പി കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ന്യൂ ബോൺസിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന്. നമുക്കതിന് ഒരുപാട് റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് കുറേ പേര് ചോദിക്കേണ്ടായി. നമുക്ക് ഓസ്ട്രേലിയയിൽ ഡെലിവറിക്ക് പോകുമ്പം നമ്മൾ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ കീപ്പ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റേണിറ്റി ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ എന്തൊക്കെയാണ് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ബാഗ് കീപ്പ് ചെയ്യും, അല്ല അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ ഓരോ ബാഗ് കീപ്പ് ചെയ്യും. അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് കാണും. നമുക്ക് ഒരുപാട് അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൻറ്റിമാരോ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമുക്കൊരു ഐഡിയ കാണും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നാട്ടിലത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ A to Z സാധനങ്ങൾ കുഞ്ഞ് ജനിക്കുമ്പോൾ മുതലുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട നമ്മളെല്ലാം കൊണ്ടുപോകണം. ഓസ്ട്രേലിയയിലായിട്ടുള്ള എനിക്ക് വന്ന ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു പാക്ക് ചെയ്ത് പോവുകയാണ് പതിവ്. ഇഫ് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും മറന്നുവെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഹോസ്പിറ്റൽ സപ്ലൈ എല്ലാത്തിനും തന്നെ ഉണ്ട്. നമുക്ക് അവരുടെ ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് പ്രൊവൈഡ് ചെയ്യും. സോ ഇഫ് എന്തെങ്കിലും ഒരു കാര്യം മറന്നു എന്നുണ്ടെങ്കിലും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. നമ്മുടെ പാച്ചക്കുട്ടിൻ്റെയും പൈലിക്കുഞ്ഞിൻ്റെയും ഡെലിവറി നമുക്ക് ഓസ്ട്രേലിയയിലായിരുന്നു, പാപ്പിക്കുട്ടിന് ഇന്ത്യയിലാണ് ഉണ്ടായത്. അപ്പം നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നല്ല രീതിയിൽ ഇവിടെ വന്നപ്പോൾ നമുക്കത് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. രണ്ട് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ ഡെലിവറിക്ക് പോകുന്ന അമ്മമാർ, പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. നല്ല സ്റ്റാഫാണ്, നല്ല കെയറിങ് ആണ്. എനിക്കൊന്നും ഡെലിവറിയുടെ സമയത്തൊന്നും നാട്ടിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഹോംലി ഫീൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. നല്ല സ്റ്റാഫും നമുക്കൊരു 24 hours എന്ന് പറഞ്ഞ പോലെ നല്ല കെയറിങ് കിട്ടും. അതുപോലെ തന്നെ റിക്കവറിയും വളരെ പെട്ടെന്നാണ്. ഇപ്പം സിസേറിയൻ സെക്ഷൻ ആയിരുന്നു എങ്കിൽ പോലും രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേന് അവർ വേണമെങ്കിൽ നമ്മളോട് പൊയ്ക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പം ഹോസ്പിറ്റൽ സ്റ്റേ കുറവാണ്. ഏർലി തന്നെ അവർ മൊബിലൈസ് ചെയ്യും. പെയിൻ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര വ്യത്യാസമായിരുന്നു, ഒത്തിരി കുറവായിരുന്നു. ഇവിടെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള പെയിൻ ഒത്തിരി കുറവായിരുന്നു. നമുക്ക് തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ രാത്രിയിൽ നമുക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏബിൾ ആകും. അന്നും അല്ലെങ്കിൽ കൂടിപ്പോയ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഓക്കെ ആവും കേട്ടോ. അപ്പം ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് കേട്ടോ ഇവിടെ. ആദ്യം നമുക്ക് അമ്മയുടെ ബാഗിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഐഡിയ എല്ലാവർക്കും കാണുമായിരിക്കും. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം കേട്ടോ. ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മറക്കാതെ എടുത്ത് വെക്കേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡാണ് കേട്ടോ. വേറെ എന്തൊക്കെല്ലാം മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ റെക്കോർഡ് മറക്കാതെ തന്നെ ആദ്യമേ തന്നെ എടുത്ത് വെച്ചേക്കുക. നമ്മൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എവറിത്തിങ് അതിനകത്ത് റെക്കോർഡഡ് ആണ്. അപ്പോൾ അതൊരു ഫയൽ പോലെ ആയിരിക്കുമല്ലോ നമുക്ക് തന്നേക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, ടെസ്റ്റുകൾ, അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു ഫയലായിട്ടായിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സും ഈ മറ്റേണിറ്റി ഫയലും നമ്മൾ മറന്നു പോകാതെ തന്നെ എടുത്ത് വെച്ചേക്കുക. അമ്മയ്ക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ആണ്. പിന്നെ മറ്റേണിറ്റി ലൈക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഫീഡിങ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മൾ കുറച്ച് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ഹോസ്പിറ്റൽ ഗൗൺ കിട്ടും, അത് ഒരു ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റുന്ന കൂട്ട് ഒരു ഗൗൺ കിട്ടും. അപ്പോൾ നമുക്കത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് അറിയത്തില്ല. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മീൻസ് ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്ലോത്ത്സ് എടുത്ത് വെക്കുക. പിന്നെ അടുത്തത് വേണ്ടത് മറ്റേണിറ്റി സാനിറ്ററി പാഡുകളാണ്. അതും നമുക്ക് ഓൾസോ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട് സാനിറ്ററി പാഡ്. പക്ഷേ എനിക്കത് കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡ് അതിൻ്റെ എക്സ്ട്രാ സൈസ്, കാരണം നമുക്കറിയാം ഈവൻ ഡെലിവറി സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും പോസ്റ്റ്നേറ്റൽ പീരീഡ് ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരിക്കും. സോ അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ലെങ്ത് ഉള്ള പാഡുകൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ അണ്ടർവിയേഴ്സ് ഉണ്ട്. അത് ലൈക്ക് പാഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അണ്ടർവിയേഴ്സ് ആണ്. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാവരും വാങ്ങി വെക്കുക. അത് നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തിന് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നഴ്സിംഗ് ബ്രാസ്. സോ നമ്മുടെ നോർമൽ ബ്രാസിനേക്കാളും ഫീഡിങ് ടൈമിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ടിൽ നിന്നും ഓപ്പൺ ചെയ്ത് കുഞ്ഞിന് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന നഴ്സിംഗ് ബ്രാസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ഒക്കെ ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും.
അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിപ്പിൾ ക്രീം. നമ്മൾ പറഞ്ഞു ചില അമ്മമാർക്ക് ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അപ്പം ക്രാക്ഡ് നിപ്പിൾസും പെയിൻഫുൾ നിപ്പിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിപ്പിൾ ക്രീം ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിരുന്ന ലനോലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു നിപ്പിൾ ക്രീം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് അത് കുഞ്ഞിൻ്റെ മൗത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞത് സ്വാളോ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അത് കുഴപ്പമില്ലാത്ത കുഞ്ഞിന് ഹാംഫുൾ ആവില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. സോ നിങ്ങൾക്ക് നിപ്പിൾ ക്രീം നിങ്ങൾ എടുത്തു വയ്ക്കുക. നമുക്കറിയാൻ പറ്റത്തില്ല ചില സിറ്റുവേഷൻസിൽ, ഇപ്പം പോസ്റ്റ് പാർട്ടം സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പം നമുക്ക് എന്തെങ്കിലും കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് നമുക്ക് ചില സമയത്ത് ഹോസ്പിറ്റൽ സ്റ്റേ കൂടുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇപ്പം നോർമലി ആണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നോർമൽ ഡെലിവറി ആണെങ്കിൽ ചിലവർ അന്ന് തന്നെ പോരാനുണ്ട്, അല്ലെങ്കിൽ പിറ്റേ ദിവസം പോരാറുണ്ട്. സിസേറിയൻ ആണെങ്കിൽ വിതിൻ 2 to 3 days മസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് പറ്റും നോർമൽ കേസിൽ കേട്ടോ. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് കാരണം ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതൽ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുഞ്ഞ് ICUവിൽ, ഇപ്പോൾ നമ്മുടെ പൈലിക്കുഞ്ഞ് ജനിച്ച സമയത്താണെങ്കിൽ അവന് ഒരു 1 month മുന്നേ 36 weeksലാണ് ഉണ്ടായത്. അപ്പം അവന് എന്താ പറയണ്ടേ ചെറിയ ഹൈപ്പർ ബിലിറൂബിനിമി ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ NICUവിൽ വെച്ചിരുന്നു. ഒരു 2 days അവനെ NICUവിൽ വെച്ചിരുന്നിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ NICUവിൽ പോയിട്ട് ഫീഡ് ചെയ്തിരുന്നു. ബട്ട് എന്നാൽ തന്നെ ബ്രസ്റ്റ് എൻഗോർജ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞാൻ ഐസ് പാക്സ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു. അപ്പം നിപ്പിൾ ക്രാക്സ് നമ്മളിങ്ങനെ പലവട്ടം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി NICUവിൽ പോയിട്ട് ഫീഡ് ചെയ്തിരുന്നു. എന്നാലും കുഞ്ഞ് നമ്മുടെ അടുത്ത് കിടന്ന് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന അത്രയും ഒരു എന്താ പറയേണ്ട ഒരു ഇൻ്റർവെൽ നമുക്ക് NICUവിൽ കുഞ്ഞ് കിടക്കുവാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇനീഷ്യൽ പീരീഡിലൊക്കെ ആണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അത്രമേൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം എനിക്ക് ഈ ലനോലിൻ ബ്രസ്റ്റ് നിപ്പിൾ ക്രാക്ക് ക്രീം ഞാൻ ആദ്യമേ തന്നെ യൂസ് ചെയ്തുകൊണ്ട് എനിക്കത് ആ നിപ്പിൾ ക്രാക്ഡ് ആവാതെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലോട്ട് പോയിട്ടില്ല. അപ്പം ഈ നിപ്പിൾ ക്രാക്കിൻ്റെ ഒരു ക്രീം നല്ലൊരു ഓയിൻമെൻറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നഴ്സിംഗ് പാർട്സ്. നമുക്കറിയാം കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീൻസ് ചില ആൾക്കാർക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഒരു നിപ്പിൾ പാർട്സ് ബ്രസ്റ്റ് പാർട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞ് ഉടനെ തന്നെ ഫീഡിങ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് പെയിൻഫുൾ ബ്രസ്റ്റ് എൻഗോർജ്മെൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യത്തില്ല. അത് അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയൊക്കെ ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല പ്രൊഡക്റ്റാണ് കോൾഡ് കംപ്രസ്. ഞാൻ പേഴ്സണലി കോൾഡ് പാക്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. നമുക്ക് കോൾസെന്നും വൂൾവർത്തും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു പാക്കറ്റിൽ 4 to 6 numbers വരെയുള്ള പാക്സുകൾ കാണുമായിരിക്കും. അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റാഫിനോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പേര് എഴുതി ഹോസ്പിറ്റലിൽ തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തോളും. നിങ്ങൾക്കത് ആവശ്യമുള്ള സമയത്ത് അവരത് എടുത്ത് തരും. പെയിൻഫുൾ ബ്രസ്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അടുത്തതായിട്ട് ടോയ്ലറ്റ് ചെപ്പൽ എക്സ്ട്രാ എടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾക്ക് കൂടുതലും വാർഡിലൊക്കെ കിടക്കുന്നെങ്കിൽ കോമൺ ടോയ്ലറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടോയ്ലറ്റ് ചെപ്പൽ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സിപ്പർ ബോട്ടിൽ, ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുക. പേഴ്സണലി നമുക്ക് ഇഷ്ടംപോലെ വാട്ടറൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നമുക്കൊരു സ്പ്രേ ബോട്ടിൽ പോലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. കാരണം നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈ ലിപ്സ് ഡ്രൈ മൗത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് പേഴ്സണലി ഒരു സ്പ്രേ വാട്ടർ ബോട്ടിൽ കയ്യിലുള്ളത് നല്ലതാണ്. പിന്നെ ലിപ് ബാം എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ലിപ്സൊക്കെ ഡ്രൈ ആയിട്ട് സിസേറിയൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ഒക്കെ ആയിരുന്നു. സോ അന്നേരം എനിക്ക് ലിപ് ബാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സോ നിങ്ങളൊരു ലിപ് ബാം എടുത്ത് വെച്ചേക്കുക. പിന്നെ 1-2 എന്താ പറയണ്ടേ ന്യൂ ബോൺ സൈസിലുള്ള 1-2 മിൽക്ക് ബോട്ടിൽസ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അത് ഹോസ്പിറ്റലിൽ നമുക്ക് തരും. എന്നാലും നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ ഒരു 1-2 മിൽക്ക് ബോട്ടിൽസ് വെച്ചോ. ഞാൻ പറഞ്ഞ പോലെ ഇനി കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് NICUവിലോ അങ്ങനെ വല്ലതും ആണെങ്കിൽ നമുക്ക് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് കൂടുതൽ മിൽക്ക് ഓരോ തവണയും വരുമ്പോൾ നമുക്കത് ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട്, ബ്രസ്റ്റ് പമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇഫ് ഇൻ കേസ് നമ്മുടെ കയ്യിൽ ആ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ തരും മിൽക്ക് ബോട്ടിൽസ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിൽക്ക് ബോട്ടിൽ കയ്യിൽ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെറ്റ് വൈപ്സ് കീപ്പ് ചെയ്യുക, ടോയ്ലറ്റ് ആർട്ടിക്കിൾസ്, പിന്നെ ടവൽസ്, ബാത്ത് ടവൽസ്, ഫേസ് ടവൽസ്, അങ്ങനെയുള്ളതെല്ലാം ഓർക്ക് ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ പ്രിഫറൻസ് കാണുമല്ലോ അല്ലേ. പിന്നെ മറന്നു പോകാതെ നിങ്ങളുടെ ചാർജർ, നിങ്ങളുടെ ഫോണ്, മീൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്
റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മറന്നു പോകാതെ എടുത്ത് വെക്കുക. ഇത്രയൊക്കെയാണ് ശരിക്കും അമ്മമാർക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യട്ടോ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ ബാഗിൽ ബേബി ന്യൂ ബോണിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബാഗിൽ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. നമുക്കറിയാം, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും അല്ലേ. അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ചെറിയ ബാഗ് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഡയപ്പേഴ്സാണ് ആദ്യമേ. ഡയപ്പേഴ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ആദ്യം തന്നെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് നമ്പർ 1 നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ തന്നെ വൈബ്സ് ഉണ്ടാകും, ബേബി വൈബ്സ്. അത് വാട്ടർ കണ്ടന്റ് ഉള്ള വൈബ്സ് ആണ് കൂടുതലും നല്ലത്. ഞാൻ വാട്ടർ കണ്ടന്റ് ഉള്ളതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഉള്ള വൈബ്സ് ഫ്യൂ പാക്കറ്റ്സ് എടുത്ത് വെക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ. അപ്പോൾ നമ്മൾ ഒരുപാട് കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞ് മീൻസ് ഇപ്പോൾ ചൂട് കാലാവസ്ഥയിലാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതെങ്കിൽ നമുക്ക് ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ മതി കുഞ്ഞിന്. അല്ലാതെ നമ്മൾ എങ്ങനെ വെച്ചാൽ കുഞ്ഞിന് ഒരുപാട് ഓവർ റാപ്പ് ചെയ്തിട്ട് അത് കുഞ്ഞിൻ്റെ ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. സോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് എടുത്ത് വെക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾക്ക് വെസ്റ്റ്, ന്യൂ ബോൺ വെസ്റ്റ്, ചെറിയ കുഞ്ഞുടുപ്പുകൾ. നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ കെട്ടുടുപ്പുകൾ നമുക്കിവിടെ കിട്ടത്തില്ല. അതിന് പകരമായിട്ട് ഇങ്ങനെ വെസ്റ്റ്, ചെറിയ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വെസ്റ്റുകളാണ് കിട്ടുന്നത്. പിന്നെ സ്ലീപ്പ് വെയർസ്, അല്ലെങ്കിൽ ഓൾ ഓവർ ഫുള്ളായിട്ട് നമ്മൾ കാല് മുതൽ മുകളിലോട്ട് കവർ ചെയ്ത് കിടക്കുന്നത് കൂട്ട് ഫ്രണ്ടിൽ സിബുള്ള ഡ്രസ്സുകൾ എടുത്ത് വെക്കുക. നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാടൊന്നും ചെയ്യേണ്ട. നിങ്ങൾ കുറച്ച് വെസ്റ്റും കുറച്ച് സ്ലീവ് വെയർസും ഒക്കെ മാത്രം ആദ്യമേ പർച്ചേസ് ചെയ്യുക. കാരണം ഞങ്ങൾക്കാണെങ്കിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു കുഞ്ഞ് ഭയങ്കര വലിപ്പം കൂടുതലാണ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഞ്ഞായിരിക്കുമെന്ന് ഓർക്കും. ബിക്കോസ് പാപ്പിക്കുട്ടനും പാച്ചിക്കുട്ടനും ബിഗ് ബേബീസ് ആയിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സൈസിൽ ഉള്ള ബിഗ് ബേബി ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഉടുപ്പുകൾ വാങ്ങിയതെല്ലാം കുറച്ച് ബിഗ് സൈസിലുള്ളതാണ് വാങ്ങിയത്. പക്ഷേ പൈലിക്കുഞ്ഞ് 1 മന്ത് മുന്നേ ആണ് ജനിച്ചത്. അപ്പോൾ അവനൊരു നോർമൽ ബേബി ആയിരുന്നു, നോർമൽ സൈസായിരുന്നു. അപ്പോൾ നമ്മൾ മേടിച്ച് വെച്ച ഡ്രസ്സുകളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഒന്നും അവന് പാകമായിരുന്നില്ല. പിന്നെ നമ്മൾ പോയി വേറെ മേടിക്കേണ്ട വന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമേ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സുകൾ എണ്ണത്തിൽ വളരെ കുറച്ച് മേടിക്കുക ആദ്യമേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, കാരണം ചില ബേബീസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബിഗ് ആയിരിക്കും, ചിലപ്പോൾ സ്മോൾ ആയിരിക്കും, നമുക്ക് അറിയാൻ വയ്യ. സ്കാനിങ്ങിനകത്ത് ഒരു എക്സാക്ട് വെയിറ്റ് ഒന്നും അല്ലല്ലോ കിട്ടുന്നത്. ഒരു ഏകദേശം ഒരു ഊഹമായിരിക്കും നമുക്ക് സ്കാനിങ്ങിനകത്ത് അവർ പറയുന്നത്. നമുക്ക് കുഞ്ഞ് ചിലപ്പോൾ പ്രീ ടൈം ആയിട്ട് ജനിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം മീൻസ് പോസ്റ്റ് ടൈം ആയിട്ട് ജനിക്കാം. അപ്പോൾ ഡിപ്പെൻസ്. നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു പർച്ചേസ്, കുഞ്ഞിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സുകൾ നമ്പേഴ്സ് കുറച്ച് കുറയ്ക്കുക. പിന്നെ ആവശ്യാനുസരണം നമുക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച്, വെയിറ്റ് അനുസരിച്ചിട്ട് പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാറ്റ്, സോക്സ്, അതൊക്കെ നെസസറി ആണെങ്കിൽ മാത്രം കേട്ടോ. ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില പിള്ളേർ പെട്ടെന്ന് അങ്ങ് വേർക്കൂട്ടും. എൻ്റെ ബേബീസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇങ്ങനെ ഒരുപാട് ക്ലോത്ത്സിൽ പൊതിഞ്ഞ് വെക്കുന്നവർക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ആവശ്യത്തിനുള്ള ഒരു ക്ലോത്ത്സ് മാത്രമായിരുന്നു അവർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഹാറ്റും സോക്സും ഒക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനത്തെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ എനിവേ നിങ്ങളത് ബാഗിനകത്ത് കീപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ മസ്ലിൻ റാപ്സ് ആണ്, കോട്ടൺ റാപ്സ് ആണ് ഞാൻ കൂടുതലും എടുത്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിക്കുന്നതെല്ലാം മുന്നേ തന്നെ മീൻസ് കഴുകിയിട്ട് അയൺ ചെയ്തൊക്കെ കീപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊക്കെ ക്ലോത്ത്സ് ഒക്കെ മസ്റ്റായിട്ടും നിങ്ങൾ കഴുകി അയൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല, കുഞ്ഞ് ബേബിയല്ലേ, അവർക്ക് എന്തൊക്കെയാണ് അലർജി ഉള്ളത് നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് കൂടുതൽ ഇറിറ്റൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രീ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് കീപ്പ് ചെയ്യുക. അപ്പം മസ്ലിൻ റാപ്സ്, കോട്ടൺ റാപ്സുകൾ കുറച്ച് കീപ്പ് ചെയ്യുക. പിന്നെ ടൈനി ബ്ലാങ്കറ്റ്സ്, 1-2 ബ്ലാങ്കറ്റ്സ്, ചെറിയ ബ്ലാങ്കറ്റ്സ്, ടർക്കീസ് അങ്ങനെയുള്ളതൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ചില ബേബീസിന് ഡയപ്പർ നല്ലതായിട്ട് അലർജി ആയിരിക്കും. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് യൂസിൽ തന്നെ അവർക്ക് ഇങ്ങനെ ഡയപ്പർ റാഷസ് കാണാം, റെഡ്നെസ്സിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുക കുഞ്ഞിൻ്റെ ഡയപ്പർ റാഷസിൻ്റെ എയർലി സിംറ്റംസ് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഡയപ്പർ റാഷ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സുഡോ ക്രീമിൻ്റെ ഡയപ്പർ റാഷാണ് യൂസ് ചെയ്തിരുന്നത്. അത് നമ്മുടെ പാപ്പിക്കുട്ടനായിരുന്ന സമയം മുതൽ സുഡോ ക്രീം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു
പ്രോഡക്റ്റാണ് കേട്ടോ സുഡോ ക്രീം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഡയപ്പർ റാഷ് ക്രീം, പിന്നെ പോർട്ടബിൾ ചേഞ്ചിങ് മാറ്റ്, നാപ്പി ചേഞ്ചിങ് മാറ്റ്. അപ്പം ഞാനതെപ്പോഴും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം നമുക്ക് ബേബീസിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോട്ടും മാട്രസും ഒക്കെ ഡേർട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാറ്റ് നമുക്ക് കേമായിട്ട് ബിഗ് ഡബ്ല്യൂ നിന്നൊക്കെ കിട്ടും, ബേബി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ പോർട്ടബിൾ മാറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഈസിയാണ്. സോ ഒരു പോർട്ടബിൾ ചേഞ്ചിങ് മാറ്റ് കീപ്പ് ചെയ്യുക. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഡയപ്പർ ഡിസ്പോസിബിൾ ബിൻ ബാഗ്സ് ഉണ്ട്, ചെറിയ ബിൻ ബാഗുകൾ കിട്ടും. അത് നമുക്ക് ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ ഒത്തിരി സോയിൽ ആവാതെ നമുക്ക് ആ ഡയപ്പർ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് ബിന്നിനകത്ത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചില അമ്മമാർ പാസിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അവർക്കത് കംഫർട്ടബിൾ ആണ്. ഞാൻ പേഴ്സണലി പാസിഫയർ യൂസ് ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക്. വളരെ അത്യാവശ്യം വന്ന സിറ്റുവേഷൻസിൽ വല്ല നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ വളരെ അത്യാവശ്യപ്പെട്ട സാഹചര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പാസിഫയർ യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാസിഫയേഴ്സ് കീപ്പ് ചെയ്യുക. ചില സമയങ്ങളിൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഓരോ ബേബീസും ഡിഫറെൻ്റാണ്, നമുക്കറിയാമല്ലോ. നമ്മുടെ ബേബീസൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, അവർ അത്ര ബഹളമൊന്നും ഇല്ലായിരുന്നു. രാത്രിയിൽ അത്യാവശ്യം ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ചില ബേബീസ് നമ്മളിങ്ങനെ ചില അമ്മമാർക്ക് പാലില്ലാതെ വരികയോ അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ ചിലപ്പം പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ പാസിഫയർ അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ സം എക്സ്റ്റെൻറ്റ് അവരൊന്ന് കാമാവും. അപ്പം 1-2 പാസിഫൈസ് 0 ബേബി സൈസിൻ്റെ മീൻസ് ന്യൂ ബോൺ സൈസിലുള്ള പാസിഫൈസ് 1-2 നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ മിൽക്ക് പൗഡർ അത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്കറിയാൻ വയ്യ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമോ, ഇനഫായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുമോ, ഇതൊന്നും നമുക്കറിയാൻ വയ്യ. ഇൻ കേസ് അങ്ങനെ നമുക്ക് ഇനഫായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, കുഞ്ഞിന് ബോട്ടിൽ ഫീഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയേണ്ടത്, മിൽക്ക് പൗഡർ കീപ്പ് ചെയ്യുക. അത് ഓപ്ഷണലാണ്, അത് നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചാലും മതി കേട്ടോ. പിന്നെ ഞാൻ ആദ്യം മുതൽ തന്നെ ഉണ്ടല്ലോ ഇവർക്ക് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഞാൻ സെബാമെഡിൻ്റെയാണ് 3 പേർക്ക് യൂസ് ചെയ്തത്. എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. എല്ലാം സെബാമെഡിൻ്റെ മോയ്സ്ചറൈസർ, ബോഡി വാഷ്, ഷാമ്പു എല്ലാം അത് തന്നെയായിരുന്നു. അപ്പം മോയ്സ്ചറൈസർ എടുത്ത് വയ്ക്കുക. പൈൽക്കുഞ്ഞിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ എന്നാ പറഞ്ഞോ. ഇത് എവിടെ നോക്കിയിട്ട് പറഞ്ഞു പൈൽക്കുഞ്ഞിന് എന്നാ പറയാനുള്ള? ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. ഇത് എവിടെ നോക്കിട്ട് പറഞ്ഞു പൈൽക്കുഞ്ഞ്? നമ്മൾ ഹോസ്പിറ്റലിൽ ബേബി പൈലിനെ കൊണ്ടുവന്നേരം മീൻസ് ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്തില്ല. അമ്മ ഓൾമോസ്റ്റ് ഒക്കെ പറഞ്ഞു. നിനക്ക് തോന്നുന്നു എന്നൊക്കെ വേണമെന്ന് ഇനി എക്സ്ട്രാ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ പറയാത്ത വല്ലതൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട്. വൈപ്സ് അത് കിട്ടും, പക്ഷെ അമ്മ പറഞ്ഞു പാമ്പേഴ്സ് എഴുതി പാമ്പേഴ്സ് കളയുന്നത് അത് പറഞ്ഞു. അത്ര മതി. ഓക്കെ. പൈലക്കുഞ്ഞിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും വേണോ? അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.